സമൂഹ മാധ്യമങ്ങളിലും സമൂഹത്തിലും നമ്മളെ അപമാനിക്കുന്നവരോട് ഒന്നും നമുക്ക് വ്യക്തിപരമായി ആരോടും വെറുപ്പില്ല. ഇന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങള്. അവർക്കും അവരുടെ കുടുംബങ്ങൾക്കും അവരുടെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ദൈവത്തിന്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തുന്നവരാണ് ഞങ്ങള്. പക്ഷേ ഇത് പ്രതികരിച്ചതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഒരു നമുക്കറിയാം ഒരു നുണ അല്ലെങ്കിൽ ഒരു കള്ളം പല ആവർത്തി പറയുമ്പോൾ അത് സത്യമായി മാറുന്ന ഒരു ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോ. അപ്പൊ സമൂഹത്തിന്റെ മുന്നിൽ പല തവണയായി അല്ലെങ്കിൽ തുടർച്ചയായി ഈ സന്യാസം ഇങ്ങനെയാണ്, സന്യാസികൾ ഇങ്ങനെയാണ്, സഭ ഇങ്ങനെയാണ് എന്ന് ആവർത്തിക്കപ്പെടുമ്പോൾ ഇതിനെക്കുറിച്ച് കേൾക്കുന്ന പൊതുജനം ഇതിങ്ങനെയാണെന്ന് വിശ്വസിക്കാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ജീവിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ ജീവിക്കുന്ന ഈ ജീവിതം അതല്ല എന്ന് സമൂഹത്തെ കാണിച്ചു കൊടുക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്, ഞങ്ങൾക്കുണ്ട് തീർച്ചയായും. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു ഒരു പ്രതികരണത്തിന് നമ്മൾ ഇറങ്ങുന്നത്. അല്ലാതെ നമ്മളത് ഒരു എന്താ പറയാ ക്ഷമിക്കാതിരിക്കുന്നതോ അല്ലെങ്കിൽ അവരോട് വെറുപ്പ് സൂക്ഷിച്ച് അവരെ ഇല്ലാതാക്കണമെന്നോ നശിപ്പിക്കണമെന്നോ ചിന്തിച്ച് ചെയ്യുന്നതല്ല. മറിച്ച് ഞങ്ങളുടെ ജീവിതം ഇതാണ്, ഞങ്ങൾ സന്തോഷിക്കുന്നവരാണ്, ആനന്ദിക്കുന്നവരാണ്, ഞങ്ങളുടെ സന്യാസ ജീവിതം ഇതാണ് എന്ന് സമൂഹത്തിന്റെ മുമ്പില് നമ്മൾ അവതരിപ്പിക്കുകയാണ്. അതുപോലെ ഒരു ഒരു സമൂഹത്തിനെതിരെയുള്ള ഒരു ആക്രമണമാണിത്. ഒരു ഇപ്പൊ വ്യക്തിപരമായി എനിക്കൊരു ആക്രമണം ഉണ്ടായി അല്ലെങ്കിൽ വ്യക്തിപരമായി എന്നെ പരിഹസിച്ചാൽ ഞാൻ പ്രതികരിക്കില്ല, തീർച്ചയായും ഞാൻ പ്രതികരിക്കില്ല. കാരണം ഞാനത് ക്രിസ്തുവിന്റെ മനോഭാവത്തോടെ, ഈശോയുടെ മനോഭാവത്തോടെ അത് സ്വീകരിക്കും. പക്ഷെ ഞാൻ ഉൾപ്പെടുന്ന ഒരു വലിയ സമൂഹത്തെയാണ് ഇവിടെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്, നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിനെ നമുക്ക് ന്യായീകരിക്കാനോ അത് ക്ഷമയാണ്, സഹനമാണ് എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കാനോ നിഷ്ക്രിയരായിരിക്കാനോ നമുക്ക് സാധ്യമല്ല. അതാണ് എനിക്കിവിടെ പറയാനുള്ളത്. നമ്മൾ ചെയ്തത് അതാണ്. ശരിക്കും വ്യക്തിപരമായി നമുക്ക് ആരോടും വിദ്വേഷമില്ല. എനിക്ക് തോന്നുന്നു ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിൽ കഴിയുന്നവർക്ക് വേണ്ടിയും നമ്മളെ ആക്രമിക്കുന്നവരായിക്കോട്ടെ, നമ്മളെ സഹായിക്കാത്തവരായിക്കോട്ടെ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്യാസ സമൂഹങ്ങളിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു പ്രശ്നം എവിടെ ഉണ്ടായാലും അത് കേരളത്തിലാവട്ടെ, അമേരിക്കയിലാവട്ടെ, ഇറാഖിലാവട്ടെ, ഉക്രൈനിലാവട്ടെ, എവിടെ ആയിക്കോട്ടെ, ലോകത്തിന്റെ ഏത് ഭാഗത്ത് ഒരു പ്രശ്നമുണ്ടായാലും അത് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വിഷയമാണ്. അങ്ങനെ എല്ലാ മനുഷ്യരെയും ഞങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ പ്രതികരിക്കാനുള്ളൊരു ഇതെന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തെ അല്ലെങ്കിൽ ഞങ്ങളുടെ സന്യാസ ജീവിതത്തെ ഇത്രയും വില കുറച്ച് അല്ലെങ്കിൽ അപമാനിച്ച് അനാദരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ അതിനെ വിലയിരുത്തുമ്പോൾ ഞാൻ ജീവിക്കുന്ന അല്ലെങ്കിൽ ഞാൻ വില കൊടുക്കുന്ന ഈ ജീവിതം അതല്ല എന്ന് പറയാനുള്ള കടമ എനിക്കുണ്ട്. കാരണം ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടതാണ് ഞാൻ, അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടുന്ന എന്റെ സന്യാസ സമൂഹം ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടതാണ്. അപ്പം ഞാൻ അതിനെതിരെ ഇതല്ല, ഞാൻ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടതാണ്, ഞങ്ങളുടെ ജീവിതം ഇതാണെന്ന് ഞാൻ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ അത് ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ ചെയ്യുന്ന തെറ്റായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞങ്ങൾ അറിയപ്പെടുന്നത് തന്നെ ദൈവത്തിന്റെ പേരില, ഈശോ എന്ന ഒരൊറ്റ മേൽവിലാസത്തിൽ അറിയപ്പെടുന്നവരാണ്. അല്ലാതെ ഒരു സന്യാസിയെയും ഒരു സിസ്റ്ററിനെയും ഇന്ന കുടുംബത്തിലെ ആളാണ്, ഇന്ന ആളുടെ മകളാണ്, ഇന്ന ആളുടെ സഹോദരിയാണെന്ന് ഒരിക്കലും പറയാറില്ല. അതൊരു സന്യാസിനി എന്ന് മാത്രമേ സമൂഹത്തിൽ നമ്മൾ അറിയപ്പെടുന്നുള്ളൂ. അത് നമ്മൾ അറിയപ്പെടുന്നത് ഈശോയുടെ ഒരൊറ്റ മേൽവിലാസത്തിലാണ്. അപ്പൊ ഞങ്ങള് അല്ലെങ്കിൽ ഈ സന്യാസ ജീവിതം അപമാനിക്കപ്പെടുമ്പോൾ ഈശോ തന്നെയാണ് അവിടെ അപമാനിക്കപ്പെടുന്നതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഈ സന്യാസ ജീവിതം ഇത്രമാത്രം അപമാനിക്കപ്പെടുമ്പോൾ മിണ്ടാതിരിക്കാൻ നമുക്ക് സാധ്യമല്ല. കാരണം നമ്മൾ അത്രമാത്രം എന്താ എൻജോയ് ചെയ്ത് ആസ്വദിച്ച് സന്തോഷിച്ച് സംതൃപ്തിയോടെ സമാധാനത്തോടെ ആവേശത്തോടെ ജീവിക്കുന്ന ഒരു ജീവിതമാണ്. അതിനെ ഇത്രമാത്രം അങ്ങനെ അല്ല എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ ഞങ്ങൾ എങ്ങനെ മിണ്ടാതിരിക്കും? അതാണ് ഈ ഒരു പ്രതികരണത്തിൽ സംഭവിച്ചത്. അല്ലാതെ വ്യക്തിപരമായി അയാൾ നശിക്കണമെന്നോ മറ്റ് ആൾക്കാർ ചെയ്യുന്ന പോലെ കൊലവിളിയോ പോർവിളിയോ അല്ലെങ്കിൽ അവർക്ക് തിന്മയുണ്ടാകട്ടെ എന്നുള്ള ആഗ്രഹമോ ഒന്നും നമ്മുടെ മനസ്സിലില്ല. ഇപ്പോഴും നമ്മുടെ മനസ്സിൽ അവർക്കൊക്കെ നന്മയുണ്ടാകട്ടെ. ഇപ്പൊ തന്നെ കല എന്ന് പറയുന്നത് നന്മയുളവാക്കാൻ, സമൂഹത്തിൽ നന്മയുടെ ഒരു പ്രകാശം പരത്താനുള്ള ഒരു സംവിധാനമാണ്. പക്ഷെ ആ കലയെ തന്നെയാണ് ഒരു ഭിന്നത ഉണർത്താൻ, വിഭാഗീയത ഉണർത്താനൊക്കെ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കല എപ്പോഴും മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ട്. ഒരു എഴുത്തിനേക്കാൾ ഉപരി കൂടെ ആണെങ്കിൽ, ദൃശ്യാവിഷ്കാരം കൂടെ ആണെങ്കിൽ അത് കൂടുതലായിട്ടും തീർച്ചയായും. സ്വാധീനിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പ്രതികരിക്കുന്നത്. നമ്മുടെ ഈ ജീവിതം ഇതല്ല എന്ന് സമൂഹത്തോട് വിളിച്ചു പറയുകയാണ് ഈ ഒരു പ്രതികരണത്തിലൂടെ. വ്യക്തിപരമായി നമുക്ക് ആരോടും വെറുപ്പില്ല, വിദ്വേഷമില്ല. ക്രൈസ്തവ സന്യാസം അല്ലെങ്കിൽ ഒരുപക്ഷെ ക്രൈസ്തവ സന്യാസം ഈ ലോകത്തിൽ ഉള്ളത് കൊണ്ടാണ് ഈ ലോകം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നതെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം അത് നിഷേധിക്കാൻ സാധിക്കാത്തൊരു യാഥാർത്ഥ്യമാണ്.
കാരണം എന്തെങ്കിലുമൊക്കെ ഒരു പുരോഗമനം നമ്മുടെ ഈ സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന്റെയൊക്കെ പിന്നില് ക്രൈസ്തവ സന്യാസത്തിന്റെ ഒരു വലിയ ഒരു ബലമുണ്ട്. എപ്പോഴും പറയുന്നതാണ്, എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ക്രൈസ്തവ സന്യാസം എന്ന് പറയുന്നത് അടിമത്തമാണെന്ന്. പക്ഷേ ഞാനൊരു സന്യാസിയാണ്. 14 വർഷമായി ഞാൻ ഈ സന്യാസ ജീവിതം ജീവിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ എനിക്ക് പറയാനായിട്ട് സാധിക്കും, ഇതൊരിക്കലും ഒരു അടിച്ചമർത്തപ്പെട്ട ജീവിതമല്ല. ഞങ്ങളുടെ സ്വപ്നങ്ങളെയും ഞങ്ങളുടെ ചിന്തകളെയും ആഗ്രഹങ്ങളെയും ഒന്നും ആരും അടിച്ചമർത്തിയിട്ടുമില്ല. കാരണം ഇത്രമാത്രം ഒരു നന്മ സമൂഹത്തിന് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളെ ആരെങ്കിലും അടിച്ചമർത്തിയാൽ അത് നടക്കില്ലല്ലോ. ഒരിക്കലും അത് സാധിക്കില്ല. ഞങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആരും അതിര് വെച്ചിട്ടുമില്ല. എപ്പോഴും ഞങ്ങൾ അടിമകളാണ്. അത് ക്രിസ്തുവിന്റെ അടിമകളാണ്. അങ്ങനെ വേണേ നമുക്ക് പറയാം. ക്രിസ്തുവിന്റെ അടിമ. കാരണം നമ്മൾ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവരാണ്. അപ്പൊ നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ, ഞങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ സമൂഹത്തിലൊരു നന്മയുടെ തിരിവട്ടമാകുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു വിളക്ക് കത്തി നിൽക്കണമെങ്കിൽ ആ വിളക്ക് എരിയുന്നുണ്ടല്ലേ? ആ വിളക്ക് എരിഞ്ഞാണ് അതിന് ചുറ്റും പ്രകാശം പരത്താനായിട്ട്, പ്രകാശം നൽകാനായിട്ട് അതിന് സാധിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളുടെ ജീവിതം എരിയുന്നുണ്ട്. അത് എരിഞ്ഞു തീരുന്നുണ്ട്. പക്ഷെ ആ എരിഞ്ഞു തീരലില് ഒരു പ്രകാശം ഈ ഒരു സമൂഹത്തിന് നൽകാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സ്വപ്നം ഈശോയാണ് ഞങ്ങൾ അനുഗമിക്കുന്നത്. ഈശോ ഈ ലോകത്ത് ജീവിച്ചപ്പോ, ഈശോ 3 വർഷക്കാലമാണ് അവൻ പരസ്യ ജീവിതം ജീവിച്ചത്. ഈശോ ഈ ലോകത്ത് എങ്ങനെ ജീവിച്ചുവോ അതുപോലെ ജീവിക്കാനാണ് ഞങ്ങളും ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഈശോ ഓരോ നിമിഷവും ജീവിച്ച് തന്റെ ചുറ്റുപാടുമുള്ള, അല്ലെങ്കിൽ തന്റെ അടുത്തേക്ക് വരുന്ന ഓരോ മനുഷ്യന്റെയും വേദനകൾ ദൂരീകരിക്കുക എന്നുള്ളതായിരുന്നു ഈശോ ചെയ്തത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഓരോ സന്യാസിയും തന്റെ മുന്നിലേക്ക് കടന്നു വരുന്ന മനുഷ്യന്റെ വേദനകൾ ദൂരീകരിക്കുക. അതാണ് നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. എപ്പോഴും നമ്മുടെ ഉള്ളില് വലിയ വലിയ സ്വപ്നങ്ങൾ, ലോകത്തെ പടുത്തുയർത്തുക എന്നുള്ള സ്വപ്നങ്ങളുണ്ട്. അതിന്റെ ആദ്യത്തെ പടിയാണ് എന്റെ കൂടെ ആയിരിക്കുന്ന, എന്റെ ചുറ്റുപാടുമുള്ള എന്റെ സഹോദരങ്ങളുടെ വേദനകൾ ഞാൻ ദൂരീകരിക്കുക എന്നുള്ളത്. അതിന് ജാതിയുടെയോ മതത്തിന്റെയോ വേർതിരിവുകളില്ല ഒരിക്കലും. കാരണം ഞങ്ങളുടെ ശുശ്രൂഷകൾക്കെല്ലാം ഞങ്ങൾ ഒരു പരിധിയും വെച്ചിട്ടില്ല. അവിടെ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല. മനുഷ്യൻ എന്ന ഒരു സങ്കല്പം മാത്രമാണ്. മനുഷ്യന് നന്മ ചെയ്യുക, അതാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് നമ്മുടെ ഇപ്പൊ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ പറയുമ്പോൾ തൊട്ടടുത്തുള്ള, നമ്മുടെ ഏറ്റവും അടുത്തുള്ള സഹോദരൻ, അവന്റെ വേദനകളാണ് എന്റെയും വേദനകൾ. എന്റെ ഉയർച്ചയാണ് എന്റെയും ഉയർച്ച. അതുപോലെ തന്നെ ഞങ്ങൾ ഒരുപാട് ആതുരാലയങ്ങൾ നടത്തുന്നുണ്ട്. എന്റെയും കൂടെ ഉണ്ട്. ഞാനിപ്പോ എന്റെ വ്യക്തിപരമായ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഞാനിപ്പോ ഒരു ചിൽഡ്രൻസ് ഹോമിലാണ്. അപ്പം അവിടെ ആയിരിക്കുന്ന കുട്ടികളുണ്ട്. കുട്ടികളെന്ന് പറയുമ്പോൾ സനാഥരായിരുന്നിട്ടും അനാഥരാക്കപ്പെട്ടു പോയ കുഞ്ഞുങ്ങളാണ്. അപ്പൊ അവരെ കൂരിരുട്ടിൽ അകപ്പെട്ടു പോയ അവരുടെ ജീവിതങ്ങൾക്ക് തിരിവട്ടം പകരുക, അതാണ് ഇപ്പൊ എന്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത്. എന്റെ വ്യക്തിപരമായ അനുഭവം പറയുമ്പോൾ എന്റെ സ്വപ്നം അല്ലെങ്കിൽ എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, എന്നെ ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാം. ഇങ്ങനെയാണ് ഓരോ സന്യാസിനിയോടും ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓരോരുത്തർക്കും ഇതാണ് അവരുടെ സ്വപ്നങ്ങൾ. അതായത് തന്റെ കൂടെ ആയിരിക്കുന്ന, തന്റെ ചുറ്റുപാടുമായിരിക്കുന്ന മനുഷ്യന്റെ വേദനകൾക്ക് പരിഹാരം കാണുക. ക്രിസ്തുവും ചെയ്തത് അതാണ്. എല്ലാവരും എല്ലാ മനുഷ്യരും, ഈ ലോകം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെതാണ്. ദൈവത്തിന്റെ മക്കളാണ് എല്ലാ മനുഷ്യരും. അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ എന്റെ സഹോദരനും എന്റെ സഹോദരിയും സന്തോഷിക്കണം. അപ്പം അതിന് തടസ്സമായി അവർക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടോ അത് എന്റെയും കൂടെ പ്രശ്നമാണ്. അതാണ്. അല്ലാതെ നമുക്കൊരിക്കലും അടിച്ചമർത്തപ്പെട്ടവരാണ് എന്ന് എന്തുകൊണ്ട് ഈ സമൂഹം എങ്ങനെ അതിനെ വ്യാഖ്യാനിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇത്രമാത്രം സ്വാതന്ത്ര്യം ഞാൻ അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എത്രമാത്രം സ്വാതന്ത്ര്യം ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത്. ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടത് കൊണ്ട് തന്നെ ഒരു സമർപ്പിത ഏറ്റവും സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന വ്യക്തിയാണ്. കാരണം ഏതൊരു വ്യക്തിക്കും ഒരു സമർപ്പിതരുടെ അടുത്ത് കടന്നു ചെല്ലാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഏതൊരു വ്യക്തിക്കും അവന്റെ അല്ലെങ്കിൽ അവളുടെ ഹൃദയഭാരം ഒരു സമർപ്പിതയുടെ മുന്നിൽ തുറന്നു വെക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് എല്ലാവരിടത്തും നടക്കണമെന്നില്ല. അപ്പൊ അത്രമാത്രം ഒരു സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ സ്വപ്നങ്ങൾക്കും നമ്മുടെ ആഗ്രഹങ്ങൾക്കും നമ്മുടെ സ്വാതന്ത്ര്യങ്ങൾക്കും ഒരു കൂച്ചുവിലങ്ങും ആരും ഇട്ടിട്ടില്ല. ഞാൻ വളരെ ത്യാഗം ചെയ്ത്, അല്ലെങ്കിൽ ഓരോ സന്യാസിയും വളരെ ആഗ്രഹത്തോടെ വളരെ ത്യാഗം ചെയ്ത് വില കൊടുത്ത് വീണ്ടെടുത്തതാണ് ഈ ഒരു സന്യാസ വസ്ത്രം. അത് ആരെങ്കിലും ചുമ്മാ ആഗ്രഹിച്ചാൽ കിട്ടുന്നതല്ല. അതിന് നീണ്ട നാളത്തെ കാത്തിരിപ്പിന്റെ, പ്രാർത്ഥനയുടെ, ത്യാഗത്തിന്റെ ഒരു വിലയുണ്ട്.
അത് അഭിനയിക്കലല്ല. അപ്പൊ ആ ഒരു എന്താ പറയാ, ഈ ഒരു ത്യാഗത്തിന്റെ വസ്ത്രം അത് ഞങ്ങള് നേടിയെടുത്തത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെ. കഷ്ടപ്പെട്ടിട്ടെന്ന് പറഞ്ഞാല് പ്രാർത്ഥിച്ചും ത്യാഗം ചെയ്തും. കാരണം ഇത് ദൈവം പ്രത്യേകമായി വിളിക്കുന്നവർക്ക് മാത്രം ലഭിക്കുന്ന, അല്ലാതെ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ലഭിക്കുന്നതല്ല. അങ്ങനെ ജീവിക്കുന്നവർക്ക് മാത്രമേ ഇത് സംതൃപ്തിയോടെയും സന്തോഷത്തോടെയും ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരിക്കലും അടിച്ചമർത്തപ്പെട്ട തേങ്ങലുകളാണ് സന്യാസ ഭവനത്തിന്റെ ഉള്ളിൽ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് എന്തുകൊണ്ട് സമൂഹം അങ്ങനെ അതിനെ വ്യാഖ്യാനിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഓരോ സന്യാസ ഭവനത്തിലേക്കും കടന്നു വന്നാൽ അത് നമുക്ക് സമൂഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഓരോ ആതുരാലയത്തിലും കടന്നു വന്നാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. ഇതിനൊക്കെ ഒരു ആത്യന്തികമായ കാര്യം എന്ന് പറയുന്നത് ഇതൊന്നും സമൂഹത്തിന് മനസ്സിലാകാഞ്ഞിട്ടൊന്നും അല്ല. ഈ സന്യാസികൾ ചെയ്യുന്ന സേവനം എന്താണെന്നും അവരെങ്ങനെയാണ് ജീവിക്കുന്നതെന്നും ഇത്രമാത്രം സന്തോഷത്തോടും സംതൃപ്തിയോടും സമാധാനത്തോടും കൂടെ ജീവിക്കുന്ന വേറൊരു സ്ത്രീ സമൂഹം ഇല്ല എന്നും ഈ സമൂഹത്തിന് വ്യക്തമായി അറിയാം. പക്ഷേ അതിനൊരു മറയിട്ടുകൊണ്ട് അങ്ങനെയല്ല എന്ന് സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളൊരു നിഗൂഢ ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കാഞ്ഞിട്ടല്ല. അത്രമാത്രം ഒരു സ്വാതന്ത്ര്യം, ഒരു സന്തോഷം, അല്ലെങ്കിൽ വേറെ ഏതൊരു സമൂഹത്തിൽ, ഏതൊരു മതവിഭാഗത്തിൽ, അല്ലെങ്കിൽ വേറെ ഏത് രാഷ്ട്രീയ സംഘടനകളിൽ പോലും ഇത്രമാത്രം ഒരു എന്താ പറയാ, ഇത്രയും ഒരു നന്മ സമൂഹത്തിൽ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്, ഒരു സമൂഹം എന്താണുള്ളത്, എവിടെയാണുള്ളത്? അത് അത്രമാത്രം സന്യാസികള് ഈ സമൂഹത്തിന് വേണ്ടി നന്മകൾ ചെയ്യുന്നുണ്ട്. വേറെ ഒരു സ്ത്രീ സമൂഹവും ഇല്ല ഇത്രമാത്രം ചെയ്യുന്നത്. അപ്പൊ എന്നിട്ടും ഈ സന്യാസികള് അടിച്ചമർത്തപ്പെട്ടവരാണ്, അടിമത്തം അനുഭവിക്കുന്നവരാണ് എന്നൊക്കെ ഈ സമൂഹ മാധ്യമങ്ങളിൽ കൂടെയും അല്ലാതെയും കലകളിൽ കൂടെയും ഒക്കെ പറഞ്ഞു വെക്കുന്നത് ഇതിനെ നശിപ്പിക്കാൻ വേണ്ടി, ഇതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. എത്രമാത്രം നമ്മളെ അവഹേളിക്കുമ്പോഴും, സമൂഹത്തിന് മുമ്പിൽ ഞങ്ങളെ എത്രമാത്രം ആക്ഷേപിക്കുമ്പോഴും അധിക്ഷേപിക്കുമ്പോഴും നമുക്ക് എന്താ പറയാ, ഊർജം കൂടുതൽ കിട്ടുവാണ്. കാരണം ഈശോയെ പ്രസംഗിക്കാനും ഈശോയ്ക്ക് വേണ്ടി പീഡകൾ എടുക്കാനും ഈശോയ്ക്ക് വേണ്ടി സഹിക്കാനും ഒക്കെ ഇവര് നമുക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കി തരുന്നുണ്ട്. ഒരു കണക്കിന് പറഞ്ഞാൽ അതുകൊണ്ട് അവരോട് നന്ദിയുണ്ട്. കാരണം ഈ ഈശോയെ പ്രതി നമുക്കൊരു വേദന ഏറ്റെടുക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ സമൂഹത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്കെതിരെ തരംതാണ ഫലിതങ്ങൾ വരുന്നുണ്ട്, തരംതാണ നോട്ടങ്ങൾ വരുന്നുണ്ട്, പല കമന്റ്സും വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോഴും ഞങ്ങൾക്ക് ഒരു തരി പോലും പുറകോട്ട് പോകണമെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. കാരണം ഈശോയുടെ സ്നേഹമാണ് ഞങ്ങളെ നിർബന്ധിക്കുന്നത്. അല്ലാതെ ആരെങ്കിലും തരുന്ന അംഗീകാരമോ സമൂഹത്തിന് മുമ്പിൽ നമുക്ക് കിട്ടുന്ന സ്ഥാനമോ പേരോ പ്രശസ്തിയോ ഒന്നുമല്ല.